തടിയുള്ള ആളുകൾക്ക് മാത്രമാണോ ഫാറ്റി ലിവർ വരിക? അതായത് നമ്മുടെ ക്ലിനിക്കിലോട്ട് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരാൾ നടന്നു വരുന്ന സമയത്ത് നമുക്ക് ആളുടെ ഒരു വയറ് കണ്ടു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവരോട് ചോദിക്കാറുണ്ട്. കാരണം വയറിൻ്റെ ഭാഗത്ത് അത്യാവശ്യം ഒരു കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഫാറ്റി ലിവർ ഉണ്ടായിരിക്കാം, ഒരു ഗ്രേഡ് 1-ലോ 2-ലോ ഒക്കെ ആയിരിക്കാം ഫാറ്റി ലിവർ കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം. എന്നാൽ വലിയ രീതിയിൽ വയറൊന്നുമില്ല, അല്ലെങ്കിൽ ചെറിയൊരു വയറുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ മെലിഞ്ഞിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിലും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാറ്റി ലിവർ വരുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ചില കൊഴുപ്പുകളും ഉണ്ട്. ഈ കൊഴുപ്പുകൾ നമ്മൾ അമിതമായിട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതിലും കൂടുതലായിട്ടുള്ള ഷുഗർ നിങ്ങൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മൾ അരിയാഹാരം ദഹിച്ചു കഴിഞ്ഞാൽ അത് ഷുഗർ ആവും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആഡഡ് ഷുഗേഴ്സും കൂടി കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഫാറ്റി ലിവർ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ട ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, അതായത് നിങ്ങളുടെ ലിവറിൻ്റെ ഹെൽത്തിനൊക്കെ വേണ്ട ചില വിറ്റാമിൻസുകളുണ്ട്. ഈ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ചില മെലിഞ്ഞിരിക്കുന്ന ആളുകളിലാണെങ്കിലും ഗ്രേഡ് 1 ഫാറ്റി ലിവർ, ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഒക്കെ നമ്മൾ കണ്ടുവരുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇപ്പോൾ ഫാറ്റി ലിവർ എന്താണെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കരളിന് ചുറ്റുമുള്ള കോശങ്ങളിൽ ഈ കൊഴുപ്പ് അമിതമായിട്ട് വന്ന് അടിഞ്ഞു കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സ്ട്രക്ചറിലും കാര്യത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നതിനാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഗ്രേഡ് 1-ഉം 2-ഉം 3-യും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഫൈബ്രോസിസ് ആയിട്ടും പറയാം, ലിവർ സിറോസിസ് ആയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ മാറിയ ജീവിതശൈലി തന്നെ. അതിൽ നമുക്ക് പറയാം നമ്മുടെ ഭക്ഷണത്തിലും ചേഞ്ചസ് വന്നു, നമ്മുടെ ശരീരം ആക്ടിവിറ്റീസിലും നമുക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു. നമ്മളിപ്പം കൂടുതലായിട്ടും വണ്ടികളെയും അതുപോലെ തന്നെ വാഹനങ്ങളെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനൊക്കെ വളരെയധികം മടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്കൊരു ടൈം ഗ്യാപ്പ് വരെ നമ്മൾ ചിലപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ടാവുള്ളൂ. എന്നാൽ നിങ്ങൾ വാഹനങ്ങളൊന്നും യൂസ് ചെയ്യാതെ നിങ്ങളിപ്പോൾ ജോലി സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിലൊക്കെ നമ്മൾ ആ ഒരു ജോലി ഉള്ളിടത്തോളം കാലം ചിലപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം കൂടുന്നു, കൊഴുപ്പിനെ കുറയ്ക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അത് വിചാരിച്ച് നമുക്ക് ഫാറ്റി ലിവർ വരും എന്ന് കരുതി നമ്മൾ പലരും ഭക്ഷണം ഒന്നും തന്നെ കഴിക്കാതിരിക്കും. ഒന്നും തന്നെ കഴിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വിറ്റാമിൻസിൻ്റെ ഒക്കെ കുറവ് വരും. നമ്മുടെ ബോഡിയിലേക്ക് നല്ല കൊഴുപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല, മസിൽസിനൊന്നും അതിൻ്റേതായ ഹെൽത്തൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫാറ്റി ലിവറിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും പറ്റും, മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്നതും തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഒരുവിധം ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് അവരെ വളരെ കോമൺ ആയിട്ടുള്ള മറ്റ് അസുഖങ്ങളാണ് ഷുഗർ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടിയിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അമിതവണ്ണം, പൊണ്ണത്തടി, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ അവർക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുമ്പം ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുന്നതാണ്. ഇപ്പോൾ ഗ്രേഡ് 1-ഉം 2-ഉം അതുപോട്ടെ അതൊരു 3 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റും അതുപോലെ തന്നെ നമ്മുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് മെഡിസിൻസ് കഴിക്കാൻ പറ്റുന്നില്ല, നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം സിറോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിലൊക്കെ ആയിരിക്കും നമ്മുടെ ലിവറിനെ കാണാൻ സാധിക്കുക. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയൊരു ഓർഗൻ തന്നെയാണ് ഈ ലിവർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം പോയി കഴിഞ്ഞാലും അതിന് വീണ്ടും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഒരു സിറോസിസ് ഒക്കെ വന്നു, ഫൈബ്രോസിസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഫങ്ഷൻസ് അവിടെ സ്റ്റോപ്പ് ആവും. ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. വിറ്റാമിൻസിൻ്റെ അബ്സോർപ്ഷൻ, അതുപോലെ തന്നെ അതിനെ കൺവേർട്ട് ചെയ്യുന്നത്, നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഡൈജഷൻ, ഡീടോക്സിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസാണ് നമ്മുടെ ബോഡിയിൽ ലിവർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതാണ്. ഈവൻ ഇപ്പം നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമ്മുടെ ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാത്ത ആളുകളില്ല. ഈ ഒരു ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ കെമിക്കൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അമിതമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് ഒഴിവാക്കി തരുന്ന ഒരു വ്യക്തി മെയിൻ 2 ഓർഗൻസിൽ ഒന്ന് ലിവറാണ്.
അപ്പം ഈ ലിവറിലോട്ട് അമിതമായിട്ട് ഇത് വരുന്നു, വർഷങ്ങളായിട്ട് വരുന്നു, ലിവറിന് എന്താണെങ്കിലും പണി കിട്ടും. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന നോൺ വെജ് ഐറ്റംസ്, മീനുകൾ, ഇതെല്ലാം തന്നെ ഒരുപാട് ചിലപ്പോൾ ഇതിനകത്ത് കെമിക്കൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലിവറിന് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അതെന്താണെങ്കിലും മദ്യം എടുത്ത് അയാൾ നന്നായിട്ട് കുടിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഫാറ്റി ലിവർ വന്നത് എന്ന്. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. കുടിക്കുന്ന ആളുകളെക്കാളും കൂടുതലായിട്ടും വരുന്നത് ഭക്ഷണം കഴിക്കുന്ന ആളുകളിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ശതമാനം വിറ്റാമിൻസിൻ്റെ കുറവ് കൊണ്ടും ഇങ്ങനെയുള്ള ഫാറ്റി ലിവർ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ വൈറ്റമിൻസ് ആണ് ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ പറയുന്നത് വിറ്റാമിൻ B3 ആണ്. ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് കൊളസ്ട്രോളിൽ തന്നെ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ളൊരു കൊഴുപ്പ് കണികയാണ്. അപ്പോൾ ഇത് ട്രൈഗ്ലിസറൈഡ്സ് ഫോമിലാണ് നമ്മുടെ ലിവറിന് ചുറ്റുമൊക്കെ വന്ന് കിടക്കുന്നത്. അതിനെ കുറയ്ക്കാനുള്ളൊരു കഴിവ് ഈ ഒരു വിറ്റാമിൻ B3 അഥവാ നിയാസിനുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കൂടുതലായിട്ടും ഈ വിറ്റാമിൻ B3 ഉള്ളത് ഇപ്പം അവാക്കാഡോ എടുത്ത് നോക്കുകയാണെങ്കിൽ, മഷ്റൂം എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ വിറ്റാമിൻ B3, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ്, ഇതിലൊക്കെ വിറ്റാമിൻ B3 കൂടുതലാണ്. അപ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് വിറ്റാമിൻ B12 ആണ്. വിറ്റാമിൻ B12 നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കോമൺ ആയിട്ട് ഇപ്പം പറയാറുണ്ട്. നാഡീ സംബന്ധമായിട്ടുള്ള വൈറ്റമിൻ തന്നെയാണ് വിറ്റാമിൻ B12. നിങ്ങൾക്ക് വിറ്റാമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ക്രാംസ് വരും, മസിൽ പെയിൻസ് വരും, നിങ്ങൾക്ക് തരിപ്പ് അനുഭവപ്പെടാം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിറ്റാമിൻ B12ൻ്റെ ഭാഗമായിട്ട് വരാം. എല്ലിന് വേദന വരാം, അതുപോലെ തന്നെ അമിതമായിട്ട് മുടി കൊഴിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്. അപ്പോൾ വിറ്റാമിൻ B12 ഏറ്റവും കൂടുതലുള്ളത് നോൺ വെജ് ഐറ്റംസ് തന്നെയാണ്. അതുപോലെ തന്നെ വെജ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാല്, മുട്ടയിലൊക്കെ വൈറ്റമിൻ B12 ഉണ്ട്. അതുപോലെ തന്നെ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, ചീസ്, നെയ്യ്, ബട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിറ്റാമിൻ B12 ഉണ്ട്. നോൺ വെജ് ആണെങ്കിലും ഇപ്പം ഷെൽ ഫിഷുകളാണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ, മട്ടൻ, ബീഫ്, ഇങ്ങനെയുള്ള എല്ലാത്തിലും തന്നെ വിറ്റാമിൻ B12 റിച്ച് ആണ്. നിങ്ങൾക്കിപ്പോൾ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വീക്കിലി വൺസ് എങ്കിലും നിങ്ങൾ വിറ്റാമിൻ B12 ഒക്കെ ഉള്ള ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയുന്ന ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ E ആണ്. വിറ്റാമിൻ E നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ കൊഴുപ്പിൻ്റെ അകത്ത് അലിയുന്ന ഒരു വിറ്റാമിനാണ്. എന്ത്? വൈറ്റമിൻ E എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്കറിയാം ഇങ്ങനെയുള്ള കൊഴുപ്പിൻ്റെ മെറ്റബോളിസം വളരെ സ്ലോ ആവും. നമ്മുടെ ലിവറിന് ചുറ്റും കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടും. അപ്പോൾ വിറ്റാമിൻ E ഉള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക, ഇലക്കറികൾ കഴിക്കുക. അതുപോലെ തന്നെ അവാക്കാഡോയിലൊക്കെ വിറ്റാമിൻ E നല്ല റിച്ചാണ്. അതുപോലെ തന്നെ നിലക്കടല, നട്ട്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ പറയുന്നത് ഒന്ന് വിറ്റാമിൻ D ആണ്. വിറ്റാമിൻ D നമുക്ക് എല്ലാവർക്കും അറിയാം സൺഷൈൻ വിറ്റാമിൻ ആണ്. സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സണ്ണിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന വൈറ്റമിനാണ് വിറ്റാമിൻ D എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10 മണിക്കും 3 മണിക്കുള്ള വെയിൽ നിങ്ങൾ മാക്സിമം കൊള്ളാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈറ്റമിൻ D നമ്മുടെ ജോയിൻറ്റിന് അത്യാവശ്യമാണ്, നമ്മുടെ മുടിക്ക് അത്യാവശ്യമാണ്, സ്കിന്നിന് അത്യാവശ്യമാണ്. ഇങ്ങനെ പറയുന്ന എല്ലാത്തിനും തന്നെ വിറ്റാമിൻ D അത്യാവശ്യമാണ്. പാലും പാലുൽപ്പന്നങ്ങളും നോൺ വെജ് ഐറ്റംസിൽ വിറ്റാമിൻ കൂടുതലാണ്. വെജിറ്റേറിയൻസ് നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ്, നട്ട്സിൽ എല്ലാം തന്നെ വൈറ്റമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നട്ട്സിലൊക്കെ ആണെങ്കിൽ ബദാം, വാൾനട്ട് അങ്ങനെയുള്ളതൊക്കെ നോക്കുക. പാല് നന്നായിട്ട് നിങ്ങൾ എടുക്കുക. മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മുട്ടയുടെ വെള്ളം മാത്രമല്ല, ഒരു കംപ്ലീറ്റ് ഫുഡായിട്ട് നിങ്ങൾ മുട്ട കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം. ഇതിലൊക്കെ വിറ്റാമിൻ D റിച്ച് ആണ്. പിന്നെ നോൺ വെജ് ഐറ്റംസിൽ ബീഫ്, മട്ടനൊക്കെ പെട്ടെന്ന് രക്തം കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ എല്ലിനൊക്കെ ഒരു ശക്തി കിട്ടാനൊക്കെ നിങ്ങൾ നോൺ വെജ് ഒക്കെ എടുക്കുന്നതൊക്കെ നല്ലതാണ്. നിങ്ങളുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളിത് കഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പം മെയിനായിട്ടും നിങ്ങൾക്ക് ഈ 4 വൈറ്റമിൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരാൻ, ഈ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഇതുകൊണ്ടാണ് മെലിഞ്ഞ ആളുകളിലും ഫാറ്റി ലിവർ വരാം എന്നുള്ളൊരു കാര്യം പറയുന്നത്. പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഫാറ്റി ലിവർ ഗ്രേഡ് 1 കിടക്കുന്നത് കാണാം. അത് ചിലപ്പം ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും മേ ബി ഒരു പക്ഷേ അത് ഏതെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ടായിരിക്കാം. അപ്പം ഞാനീ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിച്ച് നിങ്ങളൊന്ന് നികത്തുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏജ് ആവുന്ന സമയത്തും ലിവറിന് വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഫാറ്റി ലിവറുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ഡയറ്റും കാര്യങ്ങളും അതിന് വേണ്ട മെഡിക്കേഷൻസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും നമുക്ക് അത് സംബന്ധമായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരും. ഗ്യാസിൻ്റെ പ്രശ്നം, അസിഡിറ്റീൻ്റെ പ്രശ്നം, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന അലർജി, ഇതെല്ലാം ഫാറ്റി ലിവറിൻ്റെ ഭാഗമായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.